ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാത് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പനും ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായവും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഈ ഭഗവാന്റെ, അതായത് ഈ ഭാരതത്തിൻ്റെ സനാതന സംസ്കാരത്തിനെ ലോകമെങ്ങും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെവിടെ ചെന്നാലും മലയാളിയുണ്ട്, മലയാളികളെ പരിചയമുള്ളവർ ധാരാളമുണ്ട്. അവിടെ മുഴുവൻ ഗുരുവായൂരപ്പൻ്റെ മഹിമകളുണ്ട്. അതേപോലെ തന്നെ എവിടെ പോയാലും അവിടെ ശ്രീമൽ ഭാഗവതം ഉള്ളിടത്ത് ഭഗവാനുണ്ട് എന്നാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഭാരതഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഓരോരുത്തരെയും ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരേ ഒരു കാര്യം, അതായത് ജീവിതം സാർത്ഥകമാക്കി തീർക്കുക, ഭഗവാനെ, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ സേവിച്ചുകൊണ്ട്, എന്നിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ അത് ഉൾക്കൊള്ളുന്ന ശ്രീമൽ ഭാഗവതം അത് ലോകം മുഴുവൻ അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ ശ്രീല പ്രഭുപാദരുടെയും അതേപോലെ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആചാര്യന്മാരുടെയും അനുഗ്രഹത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ശ്രീമൽ ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാനായിട്ട്, അത് മുതൽക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം നമ്പർ 27. അഹോപദസ്വര്യശസ്തിരസ്കരീ കുശസ്ഥലേ പുണ്യയശസ്കരീ ഭുവ
പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയൽ പ്രിയാം. അതായത് അഹോ ബദ സ്വര്യശസഃ സ്വഹ യശസഃ യശസ്കരി കുശസ്ഥലി പുണ്യയശസ്കരി പുണ്യയശസ്കരി ഭുവഃ പശ്യന്തി നിത്യം യദ് അനുഗ്രഹ ഈഷിതം യദ് അനുഗ്രഹ ഈഷിതം സ്മിത അവലോകം സ്വപതിം സ്മ യത് പ്രിയാഹ. അതായത് ഈ ദ്വാരകയിലുള്ള ആ ഭഗവാന്റെ ദ്വാരകാവാസികളുടെ ഭാഗ്യം വളരെയധികം അഭിനന്ദനീയമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം എന്താണ്? ദ്വാരകയിലെ മഹിമ ഈ സ്വർഗത്തിനേക്കാളും വൈകുണ്ഠത്തെക്കാളും കൂടുതലാണ് ദ്വാരകയുടെ മഹിമ എന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ വൈകുണ്ഠത്തിൽ ഒരു ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ, ഒരു വിഷ്ണു ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. പിന്നെ ലക്ഷ്മീദേവി ഭൂമിദേവി രണ്ടുപേരെ പത്നിമാരായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ വൈകുണ്ഠത്തേക്കാൾ കൂടുതൽ മഹിമ ദ്വാരകാപുരിക്കുണ്ട്. കാരണം 16,108 വൈകുണ്ഠലോകങ്ങളാണ് നമ്മൾക്ക് ദ്വാരകയിൽ കാണാൻ സാധിക്കുന്നത്. അതാണ് സ്വര്യശസ സ്ഥിരസ്കരി എന്ന് പറയാൻ കാരണം. സ്വർഗത്തിൻ്റെ യശസ്സിനെ വൈകുണ്ഠത്തിൻ്റെ യശസ്സിനെ പോലും തോൽപ്പിക്കുന്നു ദ്വാരകയുടെ യശസ് വൈഭവം എന്നാണ്. അതേപോലെ ഇത് ഈ ഒരു ദ്വാരകാപുരിയിൽ എല്ലാ കൊട്ടാരങ്ങളിലും 16,108 കൊട്ടാരങ്ങളിലും, അതുമാത്രമല്ല വസുദേവരുടെ ദേവകിയുടെ അവരുടെയൊക്കെ ഗൃഹത്തിൽ, അവരുടെയൊക്കെ കൊട്ടാരത്തിൽ, പിന്നെ ഭഗവാന്റെ പുത്രന്മാരുടെ കൊട്ടാരത്തിൽ, എല്ലാ സ്ഥലത്തും ഭഗവാനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് വൈകുണ്ഠത്തേക്കാൾ കൂടുതൽ ഭാഗ്യം ചെയ്തവരാണ് ദ്വാരകയിൽ താമസിക്കുന്ന ദ്വാരകാവാസികൾ എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഭാഗ്യം ചെയ്തവരാരാണ്? ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്രജവാസികളാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഈ 3 സ്ഥലങ്ങളിൽ താമസിച്ച് ഭക്തിയുത സേവനം ചെയ്യാൻ സാധിച്ചാൽ നമ്മളുടെ ജീവിതം സഫലമായിട്ട് മാറി എന്നാണ് ആചാര്യന്മാർ സൂചിപ്പിക്കാറുള്ളത്. ഏതൊക്കെയാണ് ഈ 3 സ്ഥലങ്ങൾ? മധുര, ദ്വാരക, ശ്രീധാം, വൃന്ദാവൻ. ഈ 3 സ്ഥലങ്ങളിലും താമസിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സഫലമായി എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും പോയി താമസിക്കാൻ സാധിക്കുമോ? അങ്ങനെ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അവനവൻ എവിടെയാണോ ഇരിക്കണത് അവിടെ നമ്മൾക്ക് വൃന്ദാവനമാക്കി മാറ്റാൻ സാധിക്കും, അവിടെ ദ്വാരകയായിട്ട് മാറ്റാൻ സാധിക്കും, അതേപോലെ മധുരാപുരിയായിട്ട് മാറ്റാൻ സാധിക്കും. എങ്ങനെ സാധിക്കുക? ഭഗവാന്റെ ശ്രീമൽ ഭാഗവതത്തിലെ ഭഗവാന്റെ ലീലകളിൽ കൂടെ, തിരുനാമത്തിൽ കൂടെ നമ്മൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ദ്വാരകാപുരിയുടെ പ്രതീതി, അതേപോലെ വൃന്ദാവനത്തിൻ്റെ പ്രതീതി, അതേപോലെ മധുരാപുരിയുടെ പ്രതീതി നമ്മൾക്ക് അവനവൻ ഇരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കും എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട്. അപ്പം അത് നമ്മൾക്ക് സാധിക്കുന്ന കാര്യമാണ്. അതിന് മനസ്സുണ്ടായാൽ മതി എന്നാണ് പറയണത്. ഒന്ന് മാത്രം നാവ് ഉണ്ടായാൽ മതി, മനസ്സുണ്ടായാൽ മതി എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട്. നൂനമൃതസ്നാനഹുദാദിനേശ്വര സമർച്ചിതോ ഹ്യസ്യ ഗൃഹീതപാണിഭി പിബന്തിയാ സഖ്യധരാമൃതം മുഹു വ്രതസ്ത്രീയ സമ്മമുഹുറിയദാശയ. ഇനി വ്രജവാസികളുടെ, വൃന്ദാവനവാസികളുടെ ഭാഗ്യത്തിനെ കുറിച്ച് പറയാണ്. നൂനം തീർച്ചയായും വ്രതസ്നാന ഹുത ആദിന ഈശ്വരഃ സമർച്ചിതഃ ഹി അസ്യ ഗൃഹീതപാണിഭിः പിബന്തി യാഹ സഖി
അധരാമൃതം മുഹുഹു വ്രതസ്ത്രീയ സമ്മുമുഹു യത് ആശയാഹ. അതായത് യാതൊരു വ്രതവാസികളാണോ ഭഗവാന്റെ അധരാമൃതം, അതായത് ഭഗവാന്റെ വേണുഗാനം, ഭഗവാന്റെ ചുണ്ടോട് ചേർന്ന് നിൽക്കുന്ന വേണുഗാനം കേൾക്കാനായിട്ട് അവർക്ക് ഭാഗ്യമുണ്ടായത് എന്നാണ്. പിബന്തിയാസഖ്യ അധരാമൃതം മുഹു വ്രതസ്ത്രീയ കൃഷ്ണഗൃഹി സമമുഹുറിയ ദാശയാഹ. അങ്ങനെയുള്ള ആ ഭഗവാനെ ഈ ദ്വാരകാവാസികൾക്ക്, ഭഗവാന്റെ പത്നിമാർക്ക് നിത്യം അവിടെ കാണാൻ സാധിക്കുന്നു. കാരണം എങ്ങനെയാണ്? അവർ തീർച്ചയായിട്ടും പൂർവജന്മങ്ങളിൽ അനേകം വ്രതം, സ്നാനം, അതേപോലെ ആത്മീയമായിട്ടുള്ള അനേകം ഹോമങ്ങൾ, കർമ്മങ്ങൾ, യാഗങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാൻ അവരെ പാണിഗ്രഹണം ചെയ്യാൻ അവർക്ക് മഹാഭാഗ്യമുണ്ടായത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ദ്വാരകയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്, അവിടെ ദ്വാരകയിൽ കാണാൻ സാധിക്കുന്നത് സ്വകീയമായിട്ടുള്ള ഒരു ഭക്തിയുടെ ഭാവമാണ്. സ്വകീയമായിട്ടുള്ള ഭാവമാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ദ്വാരകയിൽ ഓരോ കൊട്ടാരത്തിലും ഭഗവാനുണ്ട്, ഓരോ പത്നിമാരുടെ അടുത്തും ഭഗവാനുണ്ട്. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പരിപൂർണതയാണ് ദ്വാരകയിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ വ്രജത്തിലാണെങ്കിലോ അവിടെ പരകീയ ഭക്തി, അതായത് കാമുക ഭാവം എന്നാണ്. അത് ട്രാൻസെൻഡൻ്റലായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഭാവത്തിലാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക എന്നാണ്. അപ്പോൾ അതിന് ഒരു കൂടുതൽ ശക്തിയുണ്ട്, കൂടുതൽ അതിന് ആ ശക്തി കൂടും എന്നാണ്. അതിനുള്ള ആ ഒരു ദിവ്യമായിട്ടുള്ള ആ പ്രഭാവം കൂടുതലുണ്ട്. കാരണം ഒരു കാമുകൻ എന്ന് പറഞ്ഞാൽ, കാമുകൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ ഇത് ദിവ്യമായിട്ടുള്ളതാണ്, അതല്ല ഡിവൈൻ ലവ് ആണ്, അതല്ല നമ്മളുടെ ഭൗതികമായിട്ടുള്ളതല്ല എന്നാണ് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ എന്താ വാസ്തവത്തിൽ ചെയ്യണത്? ഗോപികമാർ അവരതായിട്ടുള്ള എല്ലാം യാ മാഭജൻ ദുർജരഗേഹ ശൃംഖലാഹ, ഒരിക്കലും പൊട്ടിച്ചെറിയാൻ സാധിക്കാത്ത ആ കുടുംബ ബന്ധങ്ങൾ നിസ്സാരമായി തള്ളിക്കൊണ്ടാണ് അവർ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. കാമദേവനെ ജയിച്ചിട്ടാണ് രാസലീല ചെയ്യുന്നത് ഭഗവാൻ. ഗോപികമാർ കാമദേവനെ ജയിച്ചു, ഭൗതികമായ കാമവാസനകളേക്ക് അതിജീവിച്ചു അവർ. അതേപോലെ ഭഗവാൻ കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം എന്നാണ് പറയുന്നത്. അതായത് ഒരു കോടി കാമദേവന്മാരുടെ ശോഭ ഭഗവാനുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഭൗതിക ലോകത്തിലുള്ള കാമദേവനൊക്കെ അതൊക്കെ മോഹാലസ്യപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനോട് ഗോപികമാർക്ക് തോന്നുന്ന ദിവ്യമായിട്ടുള്ള പ്രേമം, അതാണ് പരകീയമായിട്ടുള്ള ഒരവസ്ഥ എന്നത്. അതൊന്നും സാധാരണ ഒരു മനസ്സ് വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആത്മീയ ഗുരുപരമ്പരയിൽ വന്നിട്ടുള്ള ആത്മീയ ഗുരുവിൻ്റെ ഒരേ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ആ ഭാവത്തിനെക്കുറിച്ച്, അതായത് അവരുടെ ആ അനുരാഗത്തിനെ കുറിച്ചിട്ട് അറിവുകൾ ഉണ്ടാവുന്നത് എന്നാണ്. അങ്ങനെ യഥാർത്ഥ ഒരു ഉറവിടത്തിൽ നിന്നും അറിവ് ലഭിക്കുമ്പോഴാണ് നമ്മൾക്ക് ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കുന്നത് എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട്. ഇവിടെ ഭഗവാന്റെ പത്നിമാരെ കുറിച്ചിട്ട് പറയുന്നു. യാ വീര്യശുൽക്കേന ഹൃദാ സ്വയംവരെ പ്രമഥ്യ ചൈത്യ പ്രമുഖാൻ ഹി സുഷ്മിണ പ്രദ്യുമ്ന സാംബാംബ സുതാദയോപരാഹ യാഹൃദയ ഭൗമവധേ സഹസ്രശാം. അതായത് വീര്യശുൽക്കേന ഹൃദാഹ സ്വയംവരെ പ്രമഥ്യ ചൈത്യ പ്രമുഖാൻ ഹി സുഷ്മിണ പ്രദ്യുമ്ന സാംബ ആംബ സുത ആദയഃ അപരാഃ യാഃ ച ആഹൃത ഭൗമവധേ സഹസ്രശഃ. അതായത് ഭഗവാനെ ആഗ്രഹിച്ചിട്ടുള്ള ആ കന്യകമാരുടെ രാജകുമാരിമാർക്ക് ഭഗവാൻ എന്താ പ്രതിഫലം കൊടുത്തത്? ഭഗവാൻ തൻ്റെ വീരശൂര പരാക്രമമാണ് ഇവിടെ പ്രതിഫലം. അത് കൊടുത്തുകൊണ്ടാണ്. വീര്യശുൽക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പെൺകുട്ടിയുടെ
ബന്ധുക്കൾക്ക് വരൻ കൊടുക്കുന്ന ആ പ്രതിഫലത്തിന്, സമ്മാനത്തിന് ആണ് ഇവിടെ വീര്യശുൽക്കം എന്ന് പറയാം. ഇവിടെ ഭഗവാൻ എന്താ കൊടുത്തത്? വീര്യശുൽക്കം. കന്യാശുൽക്കം കൊടുക്കുന്ന തൻ്റെ വീര്യമാണ്, പ്രഭാവമാണ് ഭഗവാൻ ഇവിടെ അവർക്ക് വിലയായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ്. എന്നിട്ടാണ് ഭഗവാൻ സ്വയംവരത്തിൽ ഭഗവാൻ രുക്മിണി ദേവിയെ, അതേപോലെ മിത്രവിന്ദയെ, പിന്നെ ജാമ്പവതിയെ, സത്യഭാമയെ എല്ലാം ഭഗവാൻ തൻ്റെ ആ വീര്യത്തിന്, സത്യ എന്നുള്ള അഷ്ടമഹിഷിമാരെ മുഴുവൻ ഭഗവാൻ വിവാഹം കഴിച്ചത് അങ്ങനെയാണ്. തൻ്റെ ആ പ്രഭാവം അവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട്, ബന്ധുക്കളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. 16,100 പത്നിമാരെയും രാജകുമാരിമാരെയും ഭഗവാൻ വിവാഹം കഴിച്ചത് അങ്ങനെ തന്നെയാണ് എന്നാണ് ആചാര്യന്മാർ ഇവിടെ സൂചിപ്പിക്കാറുള്ളത് എന്നാണ്. അപ്പോൾ ഇവരെല്ലാവരും സാധാരണ നമ്മളുടെ ഈ പണ്ട് കാലത്ത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള രാജാക്കന്മാർ അവരവരുടെ ആ പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള വരനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് എന്നാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള വരനെ, അതായത് ആ വീര്യ ബല പരാക്രമങ്ങൾ എല്ലാം കൊണ്ടും യോജിക്കുന്ന വരനെ അവർ തിരഞ്ഞെടുക്കാറുണ്ട് എന്നാണ്. അങ്ങനെ ആ വിവാഹത്തിൻ്റെ ആ സമയത്ത് ചിലപ്പോൾ ചില മത്സരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ മത്സരങ്ങൾ വരുന്ന സമയത്ത് ആ മത്സരങ്ങളിൽ മുഴുവൻ അവർ ചിലപ്പോൾ യുദ്ധമൊക്കെ വേണ്ടി വരാറുണ്ട്. ആ യുദ്ധത്തിൽ തൻ്റെ പരാക്രമം കാണിച്ചുകൊണ്ട് ആ പെൺകുട്ടി ആ വധുവിനെ സ്വീകരിക്കുക എന്നുള്ള സമ്പ്രദായം, അതും അതാ വീര്യശുൽക്കം എന്ന് പറഞ്ഞാൽ അതും കൂടി ഇവിടെ അർത്ഥമാക്കുന്നുണ്ട് എന്നാണ്. ഭഗവാൻ നരകാസുരനെ ഭൗമവധേന്നാണ് പറഞ്ഞത്. അതായത് നരകാസുരനെ വധിച്ച് 16,100 പെൺകുട്ടികൾ ആ പെൺകുട്ടിയെ കണ്ട സമയത്ത് അവർ ഭഗവാനെ കണ്ട സമയത്ത് ആഗ്രഹിച്ചത് എന്താണ്? ഈ മറ്റൊരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിട്ടുള്ള പെൺകുട്ടികൾ എന്നുള്ള നിലയ്ക്ക് ആരും വിവാഹം കഴിക്കില്ല. പോയാൽ പതിരയം അയം മഹ്യം ദാതാ തദനുമോദതാം. ആഗ്രഹിച്ച രുക്മിണി ദേവി പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഭാഗ്യമുണ്ടാവോ രുക്മിണി ദേവിയുടെ അവസ്ഥയിലെത്താൻ എന്ന് അവർ ആഗ്രഹിച്ചു. അതിനനുസരിച്ച് ഭഗവാൻ ഓരോ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ രാജ്യം, ഏതാണ്, അച്ഛനമ്മമാരാരാണൊക്കെ പരിചയപ്പെട്ടു ഭഗവാൻ. എന്നിട്ട് അവർക്ക് മുഴുവൻ സന്ദേശം എത്തിച്ചേർന്നു. ദ്വാരകയിൽ വെച്ച് നിങ്ങളുടെ പുത്രിയുടെ വിവാഹം നടക്കാനായിട്ട് പോകുന്നു, എല്ലാ ഉപചാരങ്ങളോടും കൂടി ദ്വാരകയിലേക്ക് എത്തണം എന്നുള്ളത്. ഭഗവാൻ ശ്രീരാമാവതാരത്തിൽ അപവാദം വന്നു എന്നുള്ള പേരിൽ ഭഗവാൻ സീതാദേവിയെ ഉപേക്ഷിച്ചു എന്നുണ്ടെങ്കിൽ, ഇവിടെ ശ്രീകൃഷ്ണാവതാരത്തിൽ അതിന് പ്രായശ്ചിത്തം എന്നതുപോലെയാണ് ഭഗവാൻ 16,100 അനാഥകളെ പോലെയുള്ള കന്യകമാരെ മുഴുവൻ ഭഗവാൻ സ്വീകരിച്ചത്. ഇത് ഭഗവാന്റെ കരുണയാണ്. രുക്മിണി ദേവിയുടെ സ്ഥാനത്തിലേക്ക് ഉയർത്തി ഭഗവാൻ എന്നാണ്. അത്രയും ആ പത്നിമാർക്ക് ഭഗവാൻ ഭർത്താവായിട്ട്, പ്രിയപ്പെട്ട ഭർത്താവായിട്ട് ഭഗവാൻ ആ ഓരോ കൊട്ടാരങ്ങളിലും ഭഗവാൻ സാന്നിധ്യം ചെയ്തു ആണ്. ഏതാഹ പരം സ്ത്രീത്വം അപാസ്തപേശലം നിരസ്തശൗചം ബദ സാധു കുറുവധേ ഹാസം ഗൃഹാൽ പുഷ്കരലോചന പതിർന്നജാത്യപൈത്യാ ഹൃദിർഹൃദി സ്പൃശൻ. ഏതാഹ പരം സ്ത്രീത്വം അപാസ്തപേശലം നിരസ്തശൗചം ബദ സാധു കുറുവധേ യാസാം ഗൃഹാൽ പുഷ്കരലോചന പതിർന്നജാത്യപൈത്യാ ഹൃദിർഹൃദി സ്പൃശൻ. അതായത് ഏതാഹ പരം സ്ത്രീത്വം അപാസ്തപേശലം നിരസ്തശൗചം ബദ സാധു കുർവതേ യാസാം ഗൃഹാൽ പുഷ്കരലോചനഃ പതി ന ജാതു അപൈത്യാ ആഹൃതിഭിः ന ജാതു അപൈതി ആഹൃതിഭിः ഹൃദി സ്പൃശൻ.
അതായത് ഈ പെൺകുട്ടികളെല്ലാം വാസ്തവത്തിൽ വാസ്തവത്തിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു അശുദ്ധി ഒക്കെ ഉള്ള സമ്പ്രദായമുള്ളവരാണ്. മിക്കവാറും അങ്ങനെയാണ് സ്ത്രീകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഭഗവാനായിട്ട് ബന്ധപ്പെട്ടു, ഭഗവാനായിട്ട് കണക്ട് ചെയ്തു എന്നുള്ളത് പെൺകുട്ടികളുടെ ജീവിതം മുഴുവൻ വളരെയധികം മംഗളകരമായിട്ട് മാറി എന്നാണ്. കാരണം എന്താണ്? അവർ ഭഗവാന്റെ ദിവ്യമായ ഭാവത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ അവരെ വിട്ട് ഒരു നിമിഷം പോലും നിന്നില്ല എന്നുള്ളത് കൊണ്ട് ഹൃദിസ്പൃശൻ, അതായത് പല വിധത്തിലുള്ള സമ്മാനങ്ങളും കൊടുത്ത് ഭഗവാൻ അവരെയൊക്കെ സന്തോഷിപ്പിച്ചിരുന്നു എന്നാണ്. ഈ സത്യഭാമാദേവിക്ക് പാരിജാത പുഷ്പത്തിനെക്കുറിച്ച് കേട്ട സമയത്ത് തനിക്കൊരു പാരിജാത പുഷ്പം വേണമെന്ന് ആഗ്രഹം തോന്നി എന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് ഭഗവാൻ ഭൗമാസുരനെ വധിച്ച് ഭഗവാൻ അദിതി ദേവിയുടെ കുണ്ടലങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്വർഗത്തിൽ പോയ സമയത്ത് അവിടെ പാരിജാതത്തിൻ്റെ വൃക്ഷം കണ്ടു. അതിൽ ഒരു കൊമ്പ് തനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് സത്യഭാമ ആഗ്രഹിച്ചു. അതിനു വേണ്ടി പുറപ്പെട്ട സമയത്ത് ഈ സ്വർഗത്തിലെ പാരിജാത വൃക്ഷത്തെ സംരക്ഷിക്കുന്ന ആളുകളുമായിട്ട് ആളുകൾ എതിർത്തു. ആ സമയത്ത് ഭഗവാൻ ഗരുഡൻ അവരൊക്കെ തോൽപ്പിച്ച് ഓടിച്ച് പാരിജാത വൃക്ഷം നേരെ കടയോടെ പുഴക്കെടുത്തു. എന്നിട്ട് സത്യഭാമയുടെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് സ്ഥാപിച്ചു ഭഗവാൻ. അതാണ് ഇപ്പോൾ സത്യഭാമയ്ക്ക് വേണ്ടി ഭഗവാൻ വലിയ പ്രസന്റേഷനാണ്, വലിയ സമ്മാനം കൊടുത്തത്. സ്വർഗത്തിൽ നിന്നും ആ പാരിജാത വൃക്ഷം കൊണ്ടുവരാ എന്നത്, അതൊക്കെ സത്യഭാമയെ സന്തോഷിപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കും, എന്താണ് ഈ ഭഗവാൻ നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഭഗവാൻ ഒരു നല്ല ഗൃഹസ്ഥനായിട്ട് ഭഗവാൻ ലോകത്തിന് മാതൃകയായി നിൽക്കുകയാണ് എന്നാണ് പറയണത്. എന്നാൽ ഭഗവാൻ ഇവരുടെ ഒന്നും ആ അധീനതയിലായിരുന്നില്ല. ഭഗവാൻ വളരെയധികം സ്നേഹിക്കുന്നു, അവരുടെ സ്നേഹത്തിനനുസരിച്ച് ഭഗവാൻ പ്രതികരിക്കുന്നു എന്ന് മാത്രം എന്നാണ്. 31-ാമത്തെ ശ്ലോകം. ഏവം വിധാഗതന്തീനാം സഗിരപുരയോഷിതാം നിരീക്ഷണേന അഭിനന്ദൻ സസ്മിതേന യയൗ ഹരിം. ഇങ്ങനെ ഏവം വിധാ ഗതന്തീനാം സഹ ഗിരഃ പുരയോഷിതാം നിരീക്ഷണേന അഭിനന്ദൻ സസ്മിതേന യയൗ ഹരി. ഇങ്ങനെ ഇതാരാ പറയുന്നത്? ഹസ്തിനപുരത്തിലെ വളരെ കുലീനരായിട്ടുള്ള ഉയർന്ന തലത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളാണ്, വനിതകളാണ് ഈ ഭഗവാന്റെ മഹിമയെക്കുറിച്ചിട്ട് ഭഗവാന്റെ ദിവ്യമായ അവസ്ഥയെക്കുറിച്ചിട്ട് പറയുന്നത്. ഇതെല്ലാം ഭഗവാൻ കേട്ടു. ഭഗവാൻ അവരെല്ലാവരെയും കടാക്ഷിച്ചു. എന്നിട്ട് അവരൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി ഭഗവാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. 32-ാമത്തെ ശ്ലോകം. അജ്ഞാതശത്രുപ്രദനാം ഗോപീധായ മധുദ്വേഷ പരേഭ്യ സ്നേഹാൽ പ്രായുക്ത ചതുരംഗിണീം. അജാതശത്രുപ്രദനാം ഗോപീധായ മധുദ്വേഷ പരേഭ്യ സ്നേഹാൽ പ്രായുക്ത ചതുരംഗിണീം. അജാതശത്രു എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിര മഹാരാജാവ് പ്രതനാം സൈന്യങ്ങളെ ഗോപീധായ എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംരക്ഷിക്കാൻ എന്നുള്ള പേരിൽ ഇതാണ്. മധുദ്വേഷ പരേഭ്യ, അതായത് മറ്റുള്ളവരിൽ നിന്നും ഭഗവാന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്ന് വിചാരിച്ചുകൊണ്ട്, ഭഗവാന് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ, ഈശ്വരനല്ലേ. എന്നാലും ആ പാണ്ഡവന്മാർക്ക് യുധിഷ്ഠിര മഹാരാജാവിനൊക്കെ ഭഗവാനോടുള്ള എന്തെന്നില്ലാത്ത സ്നേഹത്തിനെയാണ് കാണിക്കുന്നത്. സ്നേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ആ സ്നേഹത്തിനെ ഇവിടെ കാണിക്കുന്നു എന്നാണ്. ആ സൗഹൃദത്തിനെ കാണിക്കുന്നു ഇവിടെ.
എന്നിട്ടോ പ്രായുക്ത ചതുരംഗിണി 4 ചതുരംഗ സൈന്യത്തിനെ ഭഗവാന് അകമ്പടിയായിട്ട് അയക്കുന്നു. അജാതശത്രുവായിട്ടുള്ളത് യുധിഷ്ഠിര മഹാരാജാവ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അത്ഭുതകരമാണ് ഭഗവാന്റെ ഓരോ ലീലകളും എന്നാണ്. ഭഗവാനോടുള്ള എന്തൊന്നുമില്ലാത്ത പ്രത്യേകത കൊണ്ട് പാണ്ഡവന്മാർ കുരു വംശത്തിലുള്ള ആ പാണ്ഡവന്മാർ ഭഗവാന് അനേകം പല ഭഗവാൻ അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അതാണ് ഭഗവാൻ തിരിച്ചു പോകുന്ന സമയത്ത് അവർ വല്ലാതെ ആ വിരഹവേദന അനുഭവിച്ചു. ഇതും ഭക്തന്മാരുടെ എന്തെന്നില്ലാത്ത ഒരു പ്രത്യേകതയാണ്. ഭഗവാനെ പിരിയാൻ വയ്യ എന്നുള്ളത്. ഭഗവാനാണെങ്കിൽ ഭക്തനെ പിരിയാൻ പറ്റില്ല, ഭഗവാനെ പിരിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. വിരഹത്തിൻ്റെ അവസ്ഥയിൽ എന്താണ്? ആ സ്മരണ തീവ്രമായിട്ട് മാറുന്നു എന്നതാണ്. ഇനി ഭഗവാൻ പല ദേശങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്നു എന്നാണ്. കുരുജാംഗള പാഞ്ചാലാൻ സുരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വതാനധ മരുധന്യമതിക്രമ്യ സൗവീരാഭീരയോപരാൻ ആനർത്താൻ ഭാർഗവോ ഭാഗാൽ ശാന്തവാഹോ മനാഗ് വിഭൂ. കുരുജാംഗള പാഞ്ചാലാൻ ശൂരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വതാൻ അഥ മരുധന്യം അതിക്രമ്യ സൗവീര ആഭീരയോ പരാൻ ആനർത്താൻ ഭാർഗവ അഗാൽ ശ്രാന്തവാഹ മനാക് വിഭൂ. ശൗനക മഹർഷിയോട് സൂത ഗോസ്വാമി പറയുന്നു, ഭഗവാൻ പല കുരുജാങ്കലം എന്ന കുരുജാങ്കലം, പിന്നെ പാഞ്ചാലം, ശൂരസേനം, പിന്നെ യമുനാ നദിയുടെ തീരത്തുകൂടെ സഞ്ചരിച്ചു. അതിന് ബ്രഹ്മാവർത്തം എന്ന സ്ഥലത്തിന് പറയുന്നു. യമുനാ നദി തീരത്തിൽ കൂടെ സഞ്ചരിക്കുന്നതിനെ ആണ്, ആ ഭൂമിയിൽ സഞ്ചരിക്കുന്നത് ബ്രഹ്മാവർത്തം എന്നാണ്. ഈ ബ്രഹ്മാവർത്തം എന്നുള്ള സത്സംഗത്തിന് വിശേഷപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്യാൻ യോജിക്കുന്ന സ്ഥലമാണ് ബ്രഹ്മാവർത്തം എന്നാണ് പറയുന്നത്. പിന്നെ കുരുക്ഷേത്രം, മത്സ്യരാജ്യം, സാരസ്വതം, അതായത് നമ്മളുടെ ഇത് മരുഭൂമിയിൽ രാജസ്ഥാൻ മുതലായിട്ടുള്ള പ്രദേശങ്ങളിൽ കൂടെ അവിടെ ഈ വെള്ളത്തിന് വളരെ ദൗർലഭ്യമുള്ള സ്ഥലം കൂടിയാണ് ഈ രാജസ്ഥാൻ എന്നാണ്. ആ സ്ഥലത്ത് കൂടെയൊക്കെ സഞ്ചരിക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിച്ച് അവസാനം അവിടുന്ന് സൗവീര, ആഭീര മുതലായിട്ടുള്ള ആ രാജ്യങ്ങളിൽ കൂടെ സഞ്ചരിച്ചിട്ട് അവസാനം അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദ്വാരകാപുരിയിലേക്ക് ഭഗവാൻ എത്തിച്ചേർന്നു എന്നാണ്. കുരുക്ഷേത്രം എന്നുള്ളത് വൈദിക കാലം മുതൽ, എത്രയോ അനാദികാലം മുതൽക്ക് ഈ ഭൂമിയിലുള്ള സ്ഥലമാണ് എന്നാണ്. വിശേഷപ്പെട്ട സ്ഥലമാണ് കുരുക്ഷേത്രം. അവിടെയാണല്ലോ മഹാഭാരത യുദ്ധം നടന്നത് എന്നാണ്. അപ്പോൾ ചിലർ വിഡ്ഢിത്തമായിട്ട് പറയാറുണ്ട്, കുരുക്ഷേത്രം എന്നുള്ളതൊന്നും ഇല്ല, യുദ്ധം നടന്നതൊക്കെ വെറുതെ പറയുന്നതാണ്, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. വെറും ഭാവനയാണ് യുദ്ധം എന്നത്. അതൊക്കെ ആത്മീയമായിട്ടുള്ള അവനവൻ്റെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള അവനവൻ്റെ ഉള്ളിലുള്ള ആത്മീയമായവും ഭൗതികമായ ചിന്തകൾ, ആസുരമായ ഭാവവും ഭൗതികമായ ദൈവികമായ ഭാവവും തമ്മിലുള്ള സംഘട്ടനമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. കുരുക്ഷേത്രത്തിൻ്റെ ഒക്കെ സാന്നിധ്യത്തിനെ തന്നെ നിഷേധിക്കുന്ന വിഡ്ഢികളെ കാണാൻ സാധിക്കും.
അതൊന്നുമല്ല ഭാഗവതത്തിൽ കൂടെ കാണാൻ സാധിക്കുന്നത്. അത് മുഴുവൻ ഈ സ്ഥലങ്ങളെല്ലാം നിത്യമായിട്ടുണ്ട്. ഇവിടെ കുരുക്ഷേത്രം മുതലായ ഈ രാജ്യങ്ങളെല്ലാം നിത്യമായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് പുണ്യപൂരിതമായിരുന്നു എന്നുകൂടി പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്ക് ആ ദ്വാരകയുടെ അതിർത്തി എത്തിയപ്പോഴേക്ക് ഏകദേശം കുതിരകൾ ശാന്തവാഹോ മനാക് വിഭു, അപ്പോൾ ആ കുതിരകൾ അല്പം ഒന്ന് ക്ഷീണിക്കാൻ തുടങ്ങി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു ശ്ലോകം കൂടിയാണ്. തത്ര തത്ര തത്രത്തേർഹര്യ പ്രത്യുദ്യതാർഹണ സായഭേദേ ദിശം പശ്ചാൽ ഗവിഷ്ഠോ ഗാം ഗതസ്തതാം. അവിടെ എവിടെയാണോ ഭഗവാൻ സഞ്ചരിക്കുന്നത് തത്ര തത്ര തത്രത്യൈഹി ഹരിഹി പ്രത്യുദ്യത അർഹണ സായം ഭേജേ ദിശം പശ്ചാൽ ഗവിഷ്ഠ ഗാം ഗതസ്തതാം. അതായത് ഓരോ സ്ഥലങ്ങൾ എവിടെ ഭഗവാൻ എത്തുന്നു അവിടെ മുഴുവൻ ഭഗവാന്റെ ആ രാജ്യത്തിലുള്ളവർ മുഴുവൻ ഭഗവാനെ കണ്ടു. പിന്നെ ഈ രാജ്യങ്ങളിലൊക്കെ ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് പുണ്യപൂരിതമാക്കി തീർത്തു ഭഗവാൻ എന്നാണ്. ദിവ്യമായ പാദങ്ങളാണ് ഭഗവാന്റെ. ആ പാദസ്പർശം ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും വളരെ പരമപവിത്രമായിട്ട് മാറും എന്നാണ്. ഏകദേശം സന്ധ്യാസമയത്തോടടുത്ത സമയത്ത് ഭഗവാൻ ഗവിഷ്ഠോഗാം ഗതസ്ഥത എങ്ങനെയാണോ ഭഗവാൻ തൻ്റെ ആ യാത്ര അവിടെ അവസാനിപ്പിക്കുന്നു. സന്ധ്യാസമയത്ത് ചെയ്യേണ്ട ആ കർമ്മങ്ങളുണ്ട്, സന്ധ്യാവന്ദനം മുതലായത്. അപ്പോഴേക്ക് ഭഗവാൻ ദ്വാരകയുടെ അതിർത്തിയിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. ഭഗവാൻ തൻ്റെ ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ? ഭഗവാൻ ധാർമ്മികമായിട്ട് ഭഗവാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം, തൻ്റെ കടമകളെല്ലാം, തൻ്റെ ചടങ്ങുകൾ, തൻ്റെ ചിട്ടകളെല്ലാം ഒരു കുറവും വരുത്താതെ ഭഗവാൻ ചെയ്തിരുന്നു എന്നാണ്. സന്ധ്യാവന്ദനം ഭഗവാൻ ചെയ്തിരുന്നു. പ്രാതസന്ധ്യ, സായം സന്ധ്യ, അതിനെ ഭഗവാൻ ആ സമയത്ത് ഉള്ള കർമ്മങ്ങൾ ഭഗവാൻ ചെയ്തിരുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്നു ഭഗവാൻ. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഭഗവാൻ വാസ്തവത്തിൽ എന്താ ചെയ്യുക? ജപൻ ബ്രഹ്മസനാതനം. ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഭഗവാൻ എഴുന്നേറ്റിട്ട് ആലോചിക്കും, ആരൊക്കെയാണ് എന്നെ പ്രാർത്ഥിക്കുന്നത്? ഭഗവാനെ സേവിക്കുന്നവർ ഭക്തന്മാർ. ആരൊക്കെയാണ് ഭഗവാനെ ബ്രഹ്മമുഹൂർത്തത്തിൽ 3:30 മണി കഴിഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തമാണ്. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ ആരെല്ലാം എഴുന്നേറ്റിട്ടുണ്ട്, ആരെല്ലാം എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, ഭഗവാൻ ചിന്തിക്കും എന്നാണ്. ഭഗവാൻ ചിന്തിക്കുന്നത് ഭക്തന്മാർ ചിന്തിക്കുന്നു. ഭക്തൻ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ പ്രഭാതത്തിൽ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ ഭഗവാനെ ചിന്തിക്കണം. അപ്പോൾ ഭഗവാൻ ആരൊക്കെ എന്നെ ഓർക്കണമെന്ന് ഭഗവാൻ ആലോചിക്കുമ്പോൾ, ഭഗവാൻ ചിന്തിക്കുമ്പോൾ ആ ഭഗവാൻ ഓർക്കുന്ന ഭക്തന്മാർക്ക് മുഴുവൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഭഗവാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ സ്നാനം കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഭഗവാൻ ഗോശാലയിലേക്കാണ് പോകുകയെന്നാണ് പറയുന്നത്. ഗോശാലയിലാണ് ഭഗവാൻ പശുക്കളെ ഭഗവാന് വളരെ ഇഷ്ടമാണ്. കാരണം ഈ പാലാഴി മഥനം നടന്ന സമയത്ത് 2 രത്നങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഭഗവാൻ അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് അതിനെ നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കും. 2 രത്നങ്ങൾ. ഏതാണ് ഈ രത്നം? ഒന്ന് കാമധേനു, പശുക്കൾ, പിന്നെ ശംഖ് എന്നാണ്. അപ്പോൾ ഈ പശുവിനോടുള്ള പ്രത്യേകത, ഗോക്കളോടുള്ള പ്രത്യേകത, അത് ഭഗവാന്റെ ഗോവിന്ദൻ എന്ന പേര് വേണ്ട അതുകൂടി കാരണമുണ്ട് എന്നാണ്. പിന്നെ ശംഖ്, ഭഗവാൻ ആ ശംഖനാദം ചെയ്യും ആദ്യം ബ്രഹ്മമുഹൂർത്തത്തിൽ. പിന്നീട് പശുക്കളുടെ അടുത്ത് ഗോസേവ ചെയ്യും ഭഗവാൻ എന്നാണ്. അപ്പോൾ ഗോസേവ, ശംഖനാദം, ശംഖിൻ്റെ സ്പർശം, ഗോസേവ എന്നുള്ളതൊരു വ്യക്തിയെ പരമപരിശുദ്ധനാക്കി മാറ്റുന്നു, പരമഭക്തനാക്കി മാറ്റുന്നു, ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നാണ്. കാരണം ആ ശംഖ് എന്നുള്ളത് ഭഗവാന്റെ സ്പർശം കൊണ്ട് അത് പരമപവിത്രമായി മാറിയതാണ്. പശുക്കൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഗോക്കൾ എവിടെ സഞ്ചരിക്കുന്നു അവിടെ കൃഷ്ണൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ
ആ പശുക്കളെ സംരക്ഷിക്കാനായിട്ട് നമ്മൾക്ക് എത്ര കണ്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ വളരെയധികം പ്ലീസിങ് ആയിട്ട് മാറും. ഹരേ കൃഷ്ണ. നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.